ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 14 ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നോമ്പ് എന്ന് പറയുന്നത് മാംസാഹാരങ്ങൾ വെടിയുക എന്നല്ല, അതിലുപരി നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് നോമ്പ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ, പാപസ്വഭാവങ്ങളെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് രൂപാന്തരം പ്രാപിച്ച് പുതിയ മനുഷ്യനായി തീരുവാനുള്ള അവസരമാണ് നോമ്പ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളാണ്. യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ദൗത്യമെന്ന് പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം ആയിരുന്നു. അതിൻ്റെ മുന്നോടിയാണ് ശബത്ത് ദിവസം ദേവാലയത്തിൽ ചെന്ന് അധികാരമുള്ളവനായിട്ട് ഉപദേശിച്ചത്. ആർക്കാണ് ആധികാരികമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക? അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കാരണം യേശു വചനമായിരുന്നു, വചനത്തിന് വേണ്ടി ജനിച്ചവൻ ആയിരുന്നു. ഈ വചനം ലോകത്തിൽ നൽകുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. ഒറ്റയ്ക്ക് നടന്ന് സർവ്വജനത്തോടും സുവിശേഷം പ്രസംഗിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളെടുത്ത് വായിച്ചാൽ ഇതിൻ്റെ ആധികാരികത മനസ്സിലാക്കുവാൻ സാധിക്കും. ശബത്ത് ദിവസം ദേവാലയത്തിൽ ആധികാരികമായി പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസറേയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്തേ? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നുവോ? നീ ആര് എന്ന് ഞാൻ അറിയുന്നു. കാരണം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്നത് പിശാചാണ്. പിശാചിനെ ദൈവത്തിൻ്റെ അടുക്കൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതായുള്ളൂ. ഇന്ന് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പൈശാചിക ശക്തികളാണ്. യേശു അവനെ ശാസിക്കുന്നതായിട്ട് കാണാം. മിണ്ടരുത്, അവനെ വിട്ടുപോവുക എന്ന് പറഞ്ഞ് ശക്തമായി ശാസിക്കുന്നു. യേശുവിൻ്റെ ശക്തമായ ശാസനയ്ക്ക് മുൻപിൽ പിശാചെ ഓടിമറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിക്കുന്നതെന്ന് യഹൂദന്മാർ പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മിലുള്ള ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനായി യേശുവിനെ സമീപിക്കണം. ഈ നോമ്പ് അതിനുള്ള അവസരമാണ്. നോമ്പുകാലത്ത് നാം ഒന്നേ ആഗ്രഹിക്കാവൂ: ക്രിസ്തു എന്നിൽ വളരണം, ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ എനിക്ക് കഴിയണം. അതിനുള്ള ഒരുക്കം എനിക്ക് ആവശ്യമാണ്. ക്രിസ്തു വളരുന്നതിനനുസരിച്ച് നമുക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ സാധിക്കണം. യേശു പള്ളിയിലിരുന്ന് പ്രസംഗിച്ച കാര്യങ്ങൾ കേട്ടിട്ട് ദേവാലയത്തിലുള്ളവർ ആശ്ചര്യപ്പെടുകയാണ്. നമുക്ക് അറിയാം, ഒരു സംഭവം കണ്ടിട്ട് പറയുന്നതും കേട്ടിട്ട് പറയുന്നതും രണ്ടും രണ്ടാണ്. നാം പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ എത്ര ഭംഗിയായിട്ട് പറയുവാൻ സാധിക്കും. അതും സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ യേശു വചനമാണ്, യേശുവിനെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അവൻ്റെ വചനത്തെ സ്ഥിരീകരിച്ചത് അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നോക്കുക. ഒരു മനുഷ്യനും ഒരിക്കലും പറയാൻ പറ്റാത്ത വാക്കാണ് യേശു അവിടെ പറയുന്നത്. കർത്താവ് ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. അവൻ്റെ സഹോദരിയുടെ വാക്കിൽ പറഞ്ഞാൽ ഇപ്പോൾ നാറ്റം വെച്ചിരിക്കുന്നു. യേശു അവളോട് പറയുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. നീ വിശ്വസിച്ചാൽ നിന്റെ സഹോദരൻ പുനർജീവിക്കും. കർത്താവ് ലാസറിൻ്റെ കല്ലറയിലേക്ക് പോയി. സഹോദരി പറഞ്ഞു, കർത്താവെ, ഇപ്പോൾ നാറ്റം വെച്ച് കാണും. കല്ലറയുടെ മൂടി മാറ്റുവാൻ അവിടെ നിന്നവരോട് പറയുന്നു, മൂടി മാറ്റി. കർത്താവ് ലാസറിനെ വിളിച്ചു, ലാസറെ, എഴുന്നേറ്റ് വരിക. ലാസർ ജീവനോടെ പുറത്തു വന്നു. ഈ നോമ്പിൻ്റെ കാലത്തെ വചനമാകുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.